നമ്മൾ വന്നേക്കണത് ഭൂതത്താൻകെട്ട് ഡാമിലാണ്. ഈ ഒരു ഡാം നമ്മുടെ കോതമംഗലം എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന പ്രദേശത്താണ് ഈ ഒരു ഡാമുള്ളത്. വളരെ കളർഫുള്ളായിട്ടുള്ള മലകളൊക്കെ നിറഞ്ഞ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഡാമാണിത്. അവിടേക്ക് നോക്കുകയാണെങ്കിൽ മലകളെല്ലാം കാണാം. ഇവിടെയും തൊട്ടടുത്ത് മലയുണ്ട്. അവിടെ ഒരു കുത്തനെ നിൽക്കുന്ന ഒരു വലിയ മലയും കാണാവുന്നതാണ്. കോതമംഗലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. ഒരു ഷട്ടർ മാത്രമാണ് ഇന്ന് തുറന്നിട്ടുള്ളത്. വെള്ളം വളരെയധികം കുറവാണ്. വളരെയധികം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഭൂതത്താൻകെട്ട് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഇവിടെ ചാർജ് ഈടാക്കുന്നില്ല, മുതിർന്നവർക്ക് മാത്രമാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ വണ്ടിക്കും ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. എന്നാലും വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ ഈ ഒരു ഡാം സന്ദർശിക്കാനായിട്ട്. അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടംമാതിരി മലകളൊക്കെ തൊട്ടടുത്ത് കാണാവുന്നതാണ്. ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മല. ആ മലയിലൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട്, അത് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കൂടി നിൽക്കുന്ന സമയമായിട്ട് പോലും ഇവിടെ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വരുമ്പോൾ ഡാമിൻ്റെ ഒക്കെ ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു മിക്കതും. നോക്കുകയാണെങ്കിൽ കാണാം വളരെയധികം ശക്തിയിലാണ് വെള്ളം ഇതിൽ കൂടെ ഒഴുകി വരുന്നത്. പെരിയാർ നദിയുടെ കുറുകെയുള്ള ഒരു ഡാമാണിത്. ആളുകളിൽ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഇവിടെ ചൂണ്ടയിടാൻ വേണ്ടി കുറേ ആളുകൾ വരുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയയാണ്. വേനൽക്കാലത്തൊക്കെ വന്നാൽ നമുക്ക് മലകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കാം. അവരവിടെ ലൂറാണ് എറിയുന്നത്. വിഷയം ചൂണ്ടയിട്ടാണ് വന്നേക്കണേ. അറ്റത്തൊക്കെ ഇഷ്ടംമാതിരി മലകളുണ്ട്. ഈ ഒരു മലയിലോട്ട് വെട്ടടിക്കുന്നത് നോക്കുക ഗൈസ്. അടിപൊളിയാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള ഡാമാണ്. ഇവിടുത്തെ ലാമ്പുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യണത് കണ്ടാൽ തന്നെ അറിയാം. ഒത്തിരി ഷട്ടറുകളൊക്കെ ഉള്ളൊരു ഡാമാണ്. നല്ല രസവും വേണ്ട ഈ ഒരു ഡാം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ട ഒരു തമാശയുടെ ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ ലൈൻ കമ്പികൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആളുകളുടെ സ്പൈഡർ ഹുക്കും ജിഗും ലൂറും എല്ലാം കയറിയിട്ട് ആകെ ഉടക്കി ലൈൻ കമ്പികളൊക്കെ ലൂറാലും ഈ ബ്രൈഡാലൊക്കെ ചുറ്റിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കിളി എന്തോ ഒരു മീനെ പിടിക്കേണ്ടത്, ഒരു കാക്കയുണ്ടത്. അതെ, അവനത് പറന്നും പോയി എടുത്തുണ്ട്. കുറുവാപ്പറലാന്ന് തോന്നണം കേട്ടോ കാശ്. അപ്പുറത്ത് കൂടെ KSRTC വന്ന റോഡാണ്. നേരെ പോയ ഇടമലയാറാണ്. ഇടമലയാർ ഡാമൊക്കെ റൂട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ വളരെ മനോഹരമായി കാണാം. അവിടെ ഒരു ഷട്ടറുണ്ട്. തോട്ടിൽ നിന്ന് വന്ന വെള്ളം, അതായത് ഈ ബണ്ടുകളിൽ നിന്നൊക്കെ വന്ന വെള്ളം ഇങ്ങോട്ട് കയറാനുള്ള ഷട്ടറാണ്, അങ്ങോട്ട് പോകാനുള്ള ഷട്ടറാണ്. അവിടെ വരെ കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് കയറണം. നമ്മൾ കാശ് കൊടുത്തതുകൊണ്ട് അവിടെ കയറാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു വലിയ മലയുണ്ട്. ഇവിടെ കുറേ മലകളുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഗൈസ് നമ്മുടെ തൊട്ടടുത്തൊരു പ്രാവ് നിൽക്കണ്ടട്ടോ. ഇത് പുതിയതായിട്ട് പണിത പാലമാണ്. ഡാമിൽ കൂടെ വണ്ടികൾ വന്നതിൽ പ്രശ്നമുള്ളത് കൊണ്ട് പണിത ഒരു പാലമാട്ടോ ഇത്. പുതിയതായിട്ട് പണിത ഒരു പാലമാണ്. ഒരു പ്രാവ് ഇവിടെ ഉണ്ടായി. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ കുറേ ഷട്ടറുകളൊക്കെ തുറന്നിട്ടാ. ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ വന്നപ്പോൾ അവിടെ ഷട്ടറുകളൊക്കെ തുറന്നിട്ടൊക്കെ ആയിരുന്നു. വളരെ വലുപ്പമുള്ള ഷട്ടറുകളാണ്. നമുക്ക് അതിൻ്റെ ചെയിൻസൊക്കെ നോക്കിയാൽ കാണാം. വളരെ മനോഹരവും സുന്ദരവുമായിട്ടുള്ളൊരു ഡാമാണ്. മസ്റ്റ് വാച്ചഡ് ഏരിയയാണ് ഡാമുകളിൽ തന്നെ. അവിടെ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വന്നത് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഈ ഒരു ഡാം ചിലപ്പോൾ ഇനി കുറച്ച് നാളോട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷട്ടറുകളെല്ലാം അടക്കേണ്ട സാധ്യത ഉണ്ടാവും. കാരണം വെള്ളമൊക്കെ കുറവാണ്. ഒത്തിരി മലകളും ഒത്തിരി കാര്യങ്ങളും ഉള്ളൊരു സ്ഥലമുണ്ട്. ആ ചേട്ടൻ ലൂറെറിയുണ്ട് അവിടെ നിന്ന്. ഇതിൻ്റെ അപ്പുറത്തൊരു പാർക്ക് ഉണ്ട്, ആ ഒരു ഏരിയ ഇട്ട്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി പോകണമായിരിക്കും. നമുക്ക് അവിടേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസിലോട്ട്
എത്താറായിട്ടാ. ഇവിടെയായിട്ടാണ് എൻട്രൻസ്. അവിടെ കടച്ചിട്ടൊക്കെയാണ്, അവിടെ തന്നെയാണ്. ഇതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നണത്. വലിയൊരു പാർക്കുണ്ട് ഇവിടെ, പിള്ളേർക്ക് കളിക്കാനും വയസ്സായവർക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. പാർക്കിലോട്ട് കയറാണ്. വളരെ വിശാലമായിട്ടുള്ളൊരു പാർക്കുണ്ട്. പാർക്കിൽ കയറിയിട്ട് വരാം. നമുക്കിവിടെ വിശാലമായിട്ടൊരു നടപ്പാത ഉണ്ട്. ഇവിടെ 2 കുരുട്ടുകളൊന്നും കളിക്കുന്നുണ്ട്, അനിയന്മാരാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാതയിലൂടെ പോവാണ്. ഇവിടെയൊക്കെ ഇരിക്കാൻ കിടില സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പെയിൻ്റൊക്കെ പോയി ഒരുമാതിരി ആയിരിക്കുകയാണ്. നമുക്കതൊക്കെ വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഭൂതത്താൻകെട്ട് ഡാമും അതിൻ്റെ അടുത്തുള്ള പാർക്കും മലയോര പ്രദേശങ്ങളും എല്ലാം. നമുക്ക് ഈ ഒരറ്റം മുതൽ ഒരറ്റം വരെ, അതായത് ഒരറ്റം മുതൽ ഒരറ്റം വരെ നിറച്ചും പാർക്കും മലകളും എല്ലാം അവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇവിടെ ഒരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. അവരവിടെ നിന്ന് തവളയുടെ മേത്ത് കയറി ഇങ്ങോട്ട് വരണുള്ളൂ. അവിടെ അറ്റം അത്രേ ഉള്ളൂ. അവിടെ നിൽക്കുകയാണ്. നമ്മളപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ കൂടെ തന്നെ കയറുന്നുണ്ടോ. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഭൂതത്താൻകെട്ട് ഡാം എന്ന് പറയുന്നത്. മസ്റ്റ് വാച്ചഡ് ഏരിയയാണ്. ഞാൻ നോക്കിയാലും ഒരു ഡാമിലും ഇല്ല ഇതേമാതിരി വളരെ വിശാലമായ തിരക്കൊന്നുമില്ലാതെ. നിങ്ങളൊരു അവധി ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസം പറയണേലും ഇവിടെയൊക്കെ വളരെ സൈലൻറ്റും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇവിടെ കറങ്ങണ സാധനമുണ്ട്. നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് കറക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഓരോരോ റൈഡുകളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടൊക്കെ. മഴയൊക്കെ ഉള്ള ദിവസം വന്നിട്ട് കാര്യമില്ല, കാരണം പാർക്ക് മൊത്തം നനഞ്ഞിരിക്കുകയായിരിക്കും. റൈഡ്സിലൊക്കെ കയറി പിന്നെ നമ്മൾ ഡ്രസ്സ് കൊണ്ട് ആക്രിക്കാരനെ നടക്കേണ്ടി വരും. ആക്രിക്കാരനല്ല, തുണിയൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക്. കാരണം ഡ്രസ്സിലൊക്കെ കറ കഴിഞ്ഞാൽ അവിടെ നിന്ന് പോവില്ല, മരമൊക്കെ ഉള്ളതുകൊണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. നമ്മളിപ്പോൾ ഭൂതത്താൻകെട്ടെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.